ഏറ്റവും കൂടുതലും വിഷമം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ പറ്റാറായ സർക്കാർ ജീവനക്കാർ തന്നെയാണ്. സർക്കാർ ജോലിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ല എങ്കിൽ വീണ്ടും ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന മുന്നറിയിപ്പ് വരികയാണ്. സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. വെള്ളിയാഴ്ച അനുമതി കിട്ടിയില്ല എങ്കിൽ ഈ മാസം കടമെടുക്കാനും കഴിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ തന്നെ അനുമതി കിട്ടില്ല എന്നും സൂചന ഉണ്ട്. തീരുമാനം വൈകിയാൽ ഖജനാവ് കാലിയാകും. ഈ മാസം ഏകദേശം 10,000-ലധികം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നുമുണ്ട്. ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും പ്രതിസന്ധിയിലാകും. അതിനിടെ ഈ പ്രശ്നത്തെ നേരിടാൻ പെൻഷൻ പ്രായം ഉയർത്തൽ അടക്കം പലതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. റിസർവ് ബാങ്ക് വഴി കടപ്പത്രത്തിലൂടെയാണ് കടമെടുക്കുന്നത്. ചൊവ്വാഴ്ചകളിലാണ് കടപ്പത്ര ലേലം. വരുന്ന ആഴ്ചയ്ക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത്. ഈ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച, അതായത് 28-ാം തീയതിയാണ്. വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറക്കിയാലേ, അതായത് ഇന്ന് വിജ്ഞാപനം ഇറക്കിയാലേ 28-ന് കടമെടുക്കാൻ കഴിയൂ. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ കടമെടുക്കൽ പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം നൽകിയിട്ടുമില്ല. 37,000 കോടിയാകും ഇതെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. നേരത്തെ 5,000 കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ 3,000 കോടിയാണ് അനുവദിച്ചത്. ഇത് മെയ് ആദ്യത്തോടുകൂടി എടുത്തു കഴിഞ്ഞു. ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലേക്കാണ്. കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി 1,500 കോടി എത്താനുമുണ്ട്. ഇത് കിട്ടിയാൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാകും. അതുണ്ടായാൽ വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയും. എന്നാൽ 1,500 കോടി കിട്ടുമോ എന്നതും ആർക്കും അറിയില്ല. മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% കടമെടുപ്പ് പരിധി. ഇത്തവണ കേരളത്തിൽ 37,512 കോടിയാണുള്ളത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതിന്റെ ഇരട്ടിയെങ്കിലും കടമെടുത്താലേ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയും. 2004-2005 സാമ്പത്തിക വർഷത്തിൽ 25,000-ഓളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുക. ഇതിൽ 20,000 പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ്. ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട്. 20,000 പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് 8,000 കോടിയെങ്കിലും വേണം. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത്. പെൻഷൻ പ്രായം 60 ആക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും. പെൻഷൻ പ്രായം ഉയർത്തിയില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്ന് ധനകാര്യ വകുപ്പിലെ നന്നായി അറിയാം. എത്ര കിട്ടിയാലും ഏകദേശം 38,000 കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി. ഇതിൽ 10,000 കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും. കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുദനീയമായിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി 25,000 കോടിയായി ചുരുങ്ങാനും സാധ്യത ഏറെയാണ്.